ഹലോ മക്കളെ, സോ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ജെയിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ജാനുവരിയിലാണ് ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പഠിച്ച് പോകുന്ന സമയത്ത് ഫിസിക്സിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു 5 മിസ്റ്റേക്സ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ആ 5 മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണമെന്നാണ് ഞാൻ ഇവിടുന്ന് പറയാൻ വേണ്ടി പോകുന്ന കാര്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷൻസ് പഠിക്കുന്നു, പകരം കോൺസെപ്റ്റ് പഠിക്കുന്നില്ല. ഇക്വേഷൻസ് ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് ബൈഹാർട്ട് ആക്കുന്നു. പക്ഷേ ആ ഇക്വേഷൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എക്സാക്റ്റ് എവിടെ പോകണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാതെ കോൺസെപ്റ്റ് നോക്കാതെ പഠിക്കുന്നത് മിസ്റ്റേക്ക് നമ്പർ 1. രണ്ടാമത്തെ മിസ്റ്റേക്കായിട്ട് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്താ അറിയോ, കാൽക്കുലേഷനിലെ ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ അതിനെ വിളിക്കുക സില്ലി മിസ്റ്റേക്സ് എന്നാണ്. പക്ഷേ ആ സില്ലി മിസ്റ്റേക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, 5 മാർക്ക് നഷ്ടപ്പെടുത്തുന്നുണ്ടാവും. ഒരു നെഗറ്റീവ് മാർക്ക് നിങ്ങളെ റിസൾട്ടിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ആ സില്ലി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്കൊരു ഇക്വേഷൻ അറിയാം, നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചു, ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ യൂണിറ്റ് കൺവേർഷൻ ചെയ്യാനുണ്ടാവും. സെൻറ്റിമീറ്റർ ടു മീറ്റർ, മില്ലിമീറ്റർ ടു മീറ്റർ എന്നുള്ള രീതിയിലുള്ള കൺവേർഷൻസ് ചിലപ്പം ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ ആൻസർ കണ്ടുപിടിക്കും, നമുക്ക് കീ തെറ്റുകയും ചെയ്യും. സോ അതൊരു വളരെ സില്ലി മിസ്റ്റേക്കായിട്ട് നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും. പക്ഷേ മക്കളെ, നമുക്കതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് നമ്പർ 3, നിങ്ങൾ ഇഷ്ടം പോലെ ബുക്സ് വാങ്ങുന്നു. അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബുക്കുണ്ട്, ഇവിടെ ഒരു ബുക്കുണ്ട്, ഇങ്ങനെ ബുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെറ്റീരിയൽസ് ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ വ്യക്തമായിട്ട് സൈലത്തിൻ്റെ മെറ്റീരിയൽ മാത്രം ഫോളോ ചെയ്താൽ മതി. അനാവശ്യമായിട്ട് കുറേ മെറ്റീരിയൽസ് പല സൈറ്റുകളിൽ പല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് പഠിച്ചാൽ നന്നായിട്ട് കിട്ടുമെന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വ്യക്തമായ മെറ്റീരിയൽസാണ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അൺവാണ്ടഡ് ആയിട്ട് മെറ്റീരിയൽസ് ഓവർ കളക്ട് ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോർ ക്വസ്റ്റ്യൻസുകളാണ്. സോ അതാണ് 3ാമത്തെ മിസ്റ്റേക്ക്. ദെൻ 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ സ്കില്ലാണ്. അതായത് ഈ ന്യൂമറിക്കൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് ന്യൂമറിക്കൽ, അതായത് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാതെ ന്യൂമറിക്കൽസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അതെന്താണെന്ന്. അതായത് നമുക്കൊരു ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ടൈം വെക്കുന്നില്ല, നിങ്ങൾ ആ ചോദ്യം കോൺസെപ്റ്റ് യൂസ് ചെയ്തു, ഇക്വേഷൻ യൂസ് ചെയ്തു, നിങ്ങൾ ചെയ്തു പോകുന്നുണ്ട്, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സമയം സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടുന്നത് 5 മിനിറ്റോ 3 മിനിറ്റോ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആവശ്യം. നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ചോദ്യം 1 മിനിറ്റിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഡെഫിനറ്റായിട്ട് നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് 10 മിനിറ്റ് നിങ്ങൾ ടൈം വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാൻ. സോ ദിസ് ഈസ് ദ മിസ്റ്റേക്ക് നമ്പർ 4. 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ചെയ്തു പോകുന്നത്. ദെൻ മിസ്റ്റേക്ക് നമ്പർ 5, ഈ പറഞ്ഞിരിക്കുന്ന മിസ്റ്റേക്സുകളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇതൊന്നും മൈൻഡ് ആക്കാതെ നിങ്ങളിപ്പോഴും അതേപോലെ തന്നെ പഴയ പാറ്റേൺ തന്നെയാണ് നിങ്ങൾ പഠിച്ചു പോകുന്നതെങ്കിൽ അതാണ് മിസ്റ്റേക്ക് നമ്പർ 5. സോ മക്കളെ, ഈ മിസ്റ്റേക്സുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ മിസ്റ്റേക്സുകൾ ഇഗ്നോർ ചെയ്യാതെ കറക്റ്റ് വേയിൽ കൊണ്ടുവന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. സോ നിങ്ങൾക്കറിയാം, സൈലം ഓൾറെഡി ധീര JEE 2.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്. ധീര 1000 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ഓഫിൽ എന്ത് ചെയ്യാം, ബാച്ച് പർച്ചേസ് ചെയ്യാം. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് സൈലത്തിനൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, JEE ക്രാക്ക് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.